പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജോസഫൈൻ ബക്കീത്ത എന്ന വിശുദ്ധയെക്കുറിച്ചാണ് നാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ശ്രവിക്കാൻ പോകുന്നത്. കുട്ടിക്കാലം മുതൽ വളരെയേറെ സഹനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വിശുദ്ധ ജനിച്ചത് 1869 ആഫ്രിക്കയിലെ സുഡാനിലെ ഓൾഗൂസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവളുടെ മാതാപിതാക്കളെക്കുറിച്ച് അധിക വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. എന്നാൽ അവിടുത്തെ ഒരു ഡാജു വംശത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു വിശുദ്ധ ബക്കീത്ത. ബക്കീത്തയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതൽ വളരെ സന്തോഷകരമായൊരു ജീവിതമായിരുന്നു അവൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസമോ ദൈവവിശ്വാസമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മൾ കണ്ട ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലാണ്, അതായത് ഡാജു എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു ഇവർ. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ച് അങ്ങനെ പോന്നിരുന്ന ഒരു വിശ്വാസ രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ അവൾ ഒരു ദൈവവിശ്വാസി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ 7ാം വയസ്സ് വരെ അവൾക്ക് വളരെ സന്തോഷകരമായ ജീവിതം തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് അവൾ ഈ 7ാമത്തെ വയസ്സിലാണ് ഏറ്റവും അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വളരെ ദുഃഖകരമായൊരു സംഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഏതാനും അറബ് വംശജർ വന്ന് അവളെ അവിടെ നിന്ന് അവളെ തട്ടിക്കൊണ്ടു പോവുകയും അവളെ അടിമയായിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അവളുടെ ജീവിതത്തിൽ വലിയ ആഘാതമാണ് സൃഷ്ടിക്കുക. കാര്യം ചെറിയ വേദനകളിലൂടെയൊന്നുമല്ല ഈ ഒരു കുഞ്ഞ് അന്ന് കടന്നു പോയത്. കാര്യം വലിയ വലിയ സഹനങ്ങൾ ആ പ്രായത്തിൽ തന്നെ അവൾക്ക് എടുക്കേണ്ടി വന്നു. ഏകദേശം 960 മൈല് അവളെ നടത്തിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എത്രയേറെ സഹനങ്ങൾ അവൾക്ക് അപ്പോൾ തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. വളരെയേറെ ഉപദ്രവങ്ങൾ അവൾക്ക് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ അവളെ തട്ടിക്കൊണ്ടു പോയവർ അവളെ മറ്റു പലർക്കും അവളെ മറിച്ച് വിൽക്കുകയും അങ്ങനെ ഈ മനുഷ്യരെല്ലാം അവൾ എവിടെയെല്ലാം കടന്നു ചെന്നോ അവിടെയെല്ലാം അവൾക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായിട്ടും മറ്റെല്ലാ രീതിയിലും അവൾക്ക് മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങളേറ്റ് അത്രയേറെ ദുഃഖകരമായ അനുഭവത്തിലൂടെയാണ് ബക്കീത്ത കടന്നു പോവുക. അപ്പോൾ അവളുടെ ഈ ബക്കീത്ത എന്നുള്ള പേരിൻ്റെ അർത്ഥം ഭാഗ്യവതി എന്നാണ്. അവളുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ഇന്ന് ആർക്കും അറിയില്ല. കാര്യം ഈ പേര് അവളെ തട്ടിക്കൊണ്ടുപോയവരാ അടിമയായി പിടിച്ചുകൊണ്ട് പോയവരാ ഇട്ട പേരാണ് ബക്കീത്ത എന്നുള്ളത്. കാരണം ഇവൾക്ക് അവളുടെ അന്നത്തെ ആ ഒരു സംഭവം, അവളെ 7 വയസ്സായ പ്രായമുള്ളപ്പോൾ അവളെ പിടിച്ചുകൊണ്ട് പോയ ഒരു അനുഭവം മാനസികമായിട്ട് വളരെയധികം തളർത്തിയിരുന്നു. അപ്പോൾ ഈ മാനസിക ആഘാതത്തിൽ അവളുടെ സ്വന്തം പേര് പോലും മറന്നുപോയി എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അവളുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല. പക്ഷേ ഈ പേര് ഭാഗ്യവതി അല്ലെങ്കിൽ ഫോർച്യുനേറ്റ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വരുന്ന പേര് പിന്നീട് നമുക്ക് അവളുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ എല്ലാ അർത്ഥത്തിലും ഫോർച്യുനേറ്റ് ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ബക്കീത്ത തന്നെ എവിടെയെല്ലാം കൊണ്ടുപോയി അടിമകളായി പിടിച്ചുകൊണ്ട് പോയ മനുഷ്യരെല്ലാവരും അവളെ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഭവം ഇങ്ങനെയാണ് പറയുക. ഒരിക്കൽ അവളെ പിടിച്ചുകൊണ്ട് പോയ വ്യക്തി, അവളുടെ യജമാനത്തി, അവളുടെ ശരീരത്തിൽ ഇങ്ങനെ സ്കാറിങ് എന്ന് പറയുക അല്ലെങ്കിൽ പോറലേൽപ്പിച്ച് കൊണ്ട് തന്നെ ശരീരത്തിൽ വരയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്ലേഡ് കൊണ്ട് ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ്, ബ്ലേഡ് പോലെ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വെച്ച് അവളുടെ ശരീരത്തിൽ ഇങ്ങനെ വരയുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ അവൾക്ക് കടന്നു പോകേണ്ടി വന്നു. അവളുടെ മാറിടത്തിലും അവളുടെ വയറിലും എല്ലാം ഇതുപോലെ അവർ ഇങ്ങനെ വരയാൻ തുടങ്ങി. അപ്പോൾ ഇത് മാത്രമല്ല പച്ച കുത്തുന്ന രീതിയും എല്ലാം. അപ്പോൾ അവൾക്ക് വളരെയധികം വേദനയിലൂടെ ആ സമയത്ത് കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവളുടെ യജമാനത്തി ചാട്ടയുമായിട്ട് തൊട്ടടുത്ത് തന്നെ കാണും. ഏതെങ്കിലും വിധത്തിൽ ഇതിൽ നിന്ന് മാറാൻ എങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അടി വീഴും. അപ്പോൾ അത് മാത്രമല്ല കയ്യിൽ ഉപ്പും മാവും എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ വരയുന്ന ശേഷം അതിൽ നിന്ന് ചോര പൊടിയുന്ന അവസരത്തിൽ ഈ ഉപ്പോ മാവോ എല്ലാം അവളുടെ ആ സ്കിന്നിൽ, അവളുടെ ആ തൊലിപ്പുറത്തേക്ക് അവർ വലിച്ചെറിയും. അപ്പോൾ വളരെയധികം വേദന
അവൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബക്കീത്ത തന്നെയാണ് പിന്നീട് അവൾ എഴുതിയ ആ ഒരു ആത്മകഥയിൽ അവൾ ഈ ഒരു സംഭവമൊക്കെ വിവരിക്കുക. അങ്ങനെ ഈ മുറിവുകൾ, ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാനായിട്ട് ഏകദേശം 2 മാസത്തോളം തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ലൈഫ് ടൈം അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു മാർക്കാണ്. അപ്പോൾ ഇത് വരുത്താനായിട്ടാണ് അവർ ഈ ഒരു പ്രോസസ്സിലൂടെ കടത്തി വന്നത്. അങ്ങനെ അവളുടെ ശരീരത്തിൽ ആ സമയത്ത് 114 മുറിവുകളാണ് ഈ ഒരു രീതി വെച്ച് അവളുടെ ശരീരത്തിൽ അവർ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ ഒന്ന് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ എത്രയേറെ സഹനം ആ ഒരു കുട്ടി ആ സമയത്ത് കടന്നു പോയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇതുപോലെ നിരവധി അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ, ദുഃഖകരമായ അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് അവൾക്ക് വളരെ നല്ലൊരു സമയം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വ്യക്തി, ഒരു ഇറ്റാലിയൻ കോൺസുൾ കാലിസ്റ്റോ ലെഗ്നാനി എന്ന് പറയുന്ന ഒരു വ്യക്തി അവളെ അടിമയായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി അവളെ വാങ്ങിയ ശേഷം മാത്രമാണ് അവളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷം അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. കാര്യം അന്ന് ആ വ്യക്തിയും ആ ഒരു യജമാനൻ അവളുടെ ജീവിതത്തിൽ വന്ന ശേഷം അയാൾ വളരെ കരുണയോടുകൂടിയാണ് ഇവളോട് പെരുമാറിയുന്നത്. മറ്റുള്ളവരെ പോലെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അവൾക്ക് പീഡനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇയാൾ വളരെ കരുണയോടുകൂടി തന്നെയാണ് ബക്കീത്തയെ സമീപിച്ചത്. അപ്പോൾ ആ സമയത്ത് അവൾക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നീട് മറ്റൊരാവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നപ്പോൾ ഇവളെ എവിടെയെങ്കിലും ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വിൽക്കാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേ അവൾക്ക് യാതൊരു കാരണവശാലും ഇദ്ദേഹത്തെ ഈ ഒരു യജമാനെ വിട്ടു പോകാനായിട്ട് അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ഇവിടുന്ന് അത് വിട്ടിട്ട് പോകരുത്, എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അത് മാനിച്ച് അദ്ദേഹം അവളെ കൂടെ കൂട്ടുന്നു. പിന്നീട് 1883 അദ്ദേഹം ബക്കീത്തയെ അഗസ്റ്റോ മിഷേലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിന് കൈമാറി. കാര്യം അദ്ദേഹത്തിന് മറ്റൊരിടത്തേക്ക് യാത്രയാകേണ്ടിയിരുന്നതുകൊണ്ട് ഈ സുഹൃത്തിൻ്റെ സംരക്ഷണയിൽ ബക്കീത്തയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അഗസ്റ്റോ മിഷേലിക്കും കുടുംബത്തിനും തുടർന്നുള്ള സേവനം നൽകിക്കൊണ്ട് ബക്കീത്ത ആ കുടുംബത്തോടൊപ്പം തുടരുകയാണ്. അങ്ങനെ ഇവർക്ക് ഒരു മകളുണ്ടായിരുന്നു, മിമ്മിന. അപ്പോൾ അവർക്ക് കുഞ്ഞ് ജനിച്ചപ്പോൾ അവളുടെ ബേബി സിറ്ററായിട്ട് പിന്നീട് ബക്കീത്ത മാറുകയാണ്. അപ്പോൾ അവർക്ക് വളരെയധികം ബക്കീത്തയുടെ സേവനങ്ങളൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എല്ലാം കൊണ്ടും ആ കുടുംബം ബക്കീത്തയുമായിട്ട് വളരെയധികം സ്നേഹത്തിലായി. അങ്ങനെ ബക്കീത്തയായിട്ടുള്ള ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് വളരെ അവരുടെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾ വന്നപ്പോൾ അഗസ്റ്റോ മിഷേലിക്കും അയാളുടെ ഭാര്യയ്ക്കും അത്യാവശ്യമായിട്ട് സുഡാനിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോൾ മിമിനെയും അതോടൊപ്പം തന്നെ ബക്കീത്തയും കൂടെ കൂട്ടാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരാലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയൊരു സൊല്യൂഷൻ ഇവരെ രണ്ടുപേരെയും കനൂഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ബക്കീത്തയെയും അവരുടെ മകൾ മിമിനെയും കനൂഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ സംരക്ഷണയിൽ അവരുടെ കോൺവെൻറ്റിലാക്കിയിട്ട് അഗസ്റ്റോ മിഷേലിയും ഭാര്യയും സുഡാനിലേക്ക് യാത്രയാവുന്നു. അങ്ങനെ ഈ കോൺവെൻറ്റിലായിരിക്കുന്ന സമയത്താണ് ബക്കീത്ത കൂടുതലായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത്, ഒരു ദൈവമുണ്ടെന്നൊക്കെ അവൾ അറിയുന്നത്. ഇത്രയും കാലം അവൾ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചു പോന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അവൾക്ക് അവൾ പലപ്പോഴും ചെറുപ്പമായിരുന്നപ്പോൾ ഇങ്ങനെ സൃഷ്ട വസ്തുക്കളെ, സൂര്യനെയും ചന്ദ്രനെയൊക്കെ കാണുമ്പോൾ അവൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾ എത്രയോ വലുതായിരിക്കും, ഇത് ആരായിരിക്കും എന്നൊക്കെ അവൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദൈവമുണ്ടെന്നോ അങ്ങനെ ഒരു കാര്യമൊന്നും ബക്കീത്തയ്ക്ക് അറിയില്ലായിരുന്നു. ആരും അവളോട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല, അവൾ കേട്ടിട്ടുമില്ല, അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ കോൺവെൻറ്റിലായിരിക്കുമ്പോഴാണ് അവൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവൾ കേൾക്കുന്നത്, അത് ക്രിസ്തുവാണെന്ന് അവൾ അറിയുന്നത്. അപ്പോൾ അവൾ കുരിശിലൊക്കെ നോക്കി അവൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ മുറിവേറ്റ ഒരു ദൈവം, കുരിശിൽ കിടക്കുന്ന ക്രിസ്തു, മുറിവേറ്റ ഒരു ദൈവം. അപ്പോൾ അവൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാനായിട്ട്, താതാത്മ്യം പ്രാപിക്കാനൊക്കെ ആയിട്ട് പറ്റിയിരുന്നു ക്രിസ്തുവിനെ കണ്ട്. അങ്ങനെ അവിടെയായിരുന്നു അവൾ ഈശോയുടെ സ്നേഹം കൂടുതൽ ആഴത്തിൽ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കാനായിട്ട് ഇടയായി.
അവൾ ക്രിസ്ത്യൻ ലൈഫിലേക്ക് അവൾ കൂടുതൽ ആകൃഷ്ടയായി. അങ്ങനെ വളരെ സന്തോഷപൂർവ്വമാണ് അവൾ ആ കോൺവെൻറ്റിൽ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ ഏകദേശം കുറച്ചധികം നാളുകൾ കഴിയുമ്പോൾ അവളുടെ യജമാനൻ മടങ്ങിയെത്തുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായി തന്നെ അവൾ 1890 അവൾ അവിടെ വെച്ച് തന്നെ ജോസഫൈൻ എന്നുള്ളൊരു പേര് സ്വീകരിച്ച് അവൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരും, ജ്ഞാനസ്നാനപ്പെടുകയാണ്. ഇതിന് ശേഷമാണ് അവളുടെ യജമാനൻ തൻ്റെ ബിസിനസ് ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആ കോൺവെൻറ്റിലേക്ക് കടന്നു വരിക. അങ്ങനെ ഈ സമയം അദ്ദേഹം അവളെ വിളിക്കാൻ വരുമ്പോൾ അവൾ താല്പര്യം കാണിക്കുന്നില്ല. മിമ്മിനെ മാത്രം കൊണ്ടുപോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് അവൾ അദ്ദേഹത്തോട് പറയുകയാണ്. ഞാൻ എൻ്റെ തുടർന്നുള്ള സേവനം ഇവിടെ തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്ത് ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് അവൾ പറയണം. പക്ഷേ അവർ നിർബന്ധപൂർവ്വം അവളെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അന്ന് ഇറ്റലിയിലാണ് ഇവർ കഴിയുക. അപ്പോൾ ഇറ്റലിയിൽ തന്നെ നിയമത്തിന് മുമ്പിൽ അവളെ കൊണ്ടുപോയി അതിനെ പല രീതിയിലും അവളെ വിട്ട് കിട്ടാനായിട്ട് അവർ പരിശ്രമിച്ചു. പക്ഷേ ഇറ്റാലിയൻ ലോ പ്രകാരം, ആ നിയമപ്രകാരം അടിമവേല അന്ന് അതിന് അംഗീകാരമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബക്കീത്തയുടെ ഒരു തീരുമാനത്തിന് അവർ അത് വിലവെച്ചു. അവർ പറഞ്ഞു അത് ബക്കീത്ത പറയുന്ന തീരുമാനമെടുക്കാനുള്ള അധികാരം ബക്കീത്തയ്ക്കുണ്ട്. അപ്പോൾ ബക്കീത്ത എവിടെ പോകണമെന്നുള്ള തീരുമാനം പൂർണ്ണമായിട്ടും അവളുടേത് തന്നെയാണ് എന്ന് നിയമം പറയുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബക്കീത്തയ്ക്ക് ഇവർക്ക് യാതൊരു കാരണവശാലും നിയമപ്രകാരം പോലും അവളെ തിരിച്ച് കിട്ടുവാനായിട്ടുള്ള സാധ്യതയില്ല. എല്ലാ പഴുതുകളും അടയുന്നു. അങ്ങനെ ബക്കീത്ത സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് അവൾ അവിടെ തന്നെ കനോഷ്യൻ കോൺവെൻറ്റിൽ തൻ്റെ തുടർന്നുള്ള ശുശ്രൂഷ അവിടെ തുടരുകയും മിഷേലിയും കുടുംബവും മിമിനെയുമായിട്ട് മാത്രം അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ തുടർന്നുള്ള 50 വർഷങ്ങൾ ബക്കീത്ത തൻ്റെ ശുശ്രൂഷ ജീവിതം അവിടെ തന്നെ തുടരുന്നുണ്ട്. അവിടെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് എംബ്രോയിഡറി, തയ്യൽ, അതോടൊപ്പം മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നു. അതോടൊപ്പം വരുന്ന സന്ദർശകരെ വെൽക്കം ചെയ്യുന്ന ജോലി, ഇതെല്ലാം ബക്കീത്തയുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മൾ കണ്ടു ബക്കീത്തയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ അതൊന്നും അവളെ അങ്ങനെ സാരമായിട്ട്, അവളുടെ പെരുമാറ്റ രീതിയിലൊന്നും അത് സാരമായിട്ട് ബാധിച്ചിരുന്നില്ല. കാര്യം അവൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ പിന്നെ അവളുടെ ആ മുറിവുകളെല്ലാം അവൾ മറ്റുള്ളവരിലേക്ക് സ്നേഹമായിട്ട് തന്നെയാണ് അവൾ ഒഴുക്കിയിരുന്നത്. താൻ കണ്ടുമുട്ടുന്നവരിലേക്കെല്ലാം അവൾ തൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ടാണ് അവൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ബക്കീത്ത വലിയ കാര്യമായിരുന്നു. കുട്ടികൾക്ക് പോലും ബക്കീത്ത എന്ന് പറയുന്നത് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ബക്കീത്ത തൻ്റെ തുടർന്നുള്ള കാലമെല്ലാം വളരെ സന്തോഷപൂർവ്വം അവിടെ കഴിച്ചു കൂട്ടുകയും പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിലും എല്ലാം അവൾ വളരെ താല്പര്യത്തോടു കൂടി തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഡിസംബർ മാസം 6-ാം തീയതി മുതലാണ് ബക്കീത്ത കനോഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള തൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്നുള്ള അവളുടെ ജീവിതത്തിൽ അവൾ എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് വളരെ എളിമയോടുകൂടി വിധേയത്വത്തോടു കൂടി ആ കോൺവെൻറ്റിലുള്ള എല്ലാ ശുശ്രൂഷകളിലും വളരെ താല്പര്യത്തോടു കൂടി അവൾ പങ്കുചേർന്നു. പ്രത്യേകിച്ച് അനുദിനമുള്ള ജോലികൾക്ക് പുറമെ അവൾ പുറത്തുള്ളവരെ, പാവങ്ങളെ സഹായിക്കുവാനായിട്ട് എല്ലാം അവൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് നിന്നിരുന്നത്. പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആശ്വാസം തേടി വന്നിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട്, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാനൊക്കെ ആയിട്ട് ബക്കീത്ത പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബക്കീത്തയുടെ ജീവിതത്തിൽ വലിയ ആഘാതങ്ങളൊക്കെ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവൾ അതൊന്നും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതെ തന്നെ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാര്യം എല്ലാവരോടും ബക്കീത്ത സ്നേഹപൂർവ്വം പുഞ്ചിരിയോടുകൂടി തന്നെയാണ് പെരുമാറിയിരുന്നത്. അങ്ങനെ ബക്കീത്ത തൻ്റെ ശുശ്രൂഷ ജീവിതം വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ ഒരു കോൺവെൻറ്റിൽ തുടർന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ബക്കീത്തയുടെ പ്രായം കൂടി വന്നു. അതോടൊപ്പം തന്നെ അവൾക്കും ചെറിയ രോഗാവസ്ഥകളൊക്കെ നേരിടേണ്ടതായി വന്നു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി സഹനങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ശാരീരികമായും മാനസികമായിട്ടൊക്കെ അവൾക്ക് വേദനകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്, സഹനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവളെ സാരമായി ബാധിച്ചിരുന്നില്ല. കാര്യം അതെല്ലാം ഇതിനേക്കാൾ വലിയ ആഘാതത്തിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് പിന്നീട് അവളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം അവൾക്ക്
വളരെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട്, തരണം ചെയ്യുവാനായിട്ട് അവൾക്ക് സാധിച്ചിരുന്നു. അങ്ങനെ ബക്കീത്തയുടെ രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയങ്ങളിലെല്ലാം പലരും അവളെ സന്ദർശിക്കാനായിട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ പലരും അവളോട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവളോട് ക്ഷമ അന്വേഷിക്കുമ്പോൾ അവൾ പറയും, എല്ലാം കർത്താവിൻ്റെ ഇഷ്ടം പോലെ എന്നാണ്. ആ ഒരു ഒറ്റ മറുപടി മാത്രമാണ് ബക്കീത്ത അവർക്ക് നൽകിയിരുന്നത്. കാര്യം അവൾക്ക് എല്ലാം തൻ്റെ ജീവിതത്തിൽ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി പ്രകാരം മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഇത്രയും ശാരീരികമായിട്ട് ഇത്രയും വളരെ തകർന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും അവൾക്ക് വളരെ ശാന്തതയോടുകൂടി തന്നെ, പുഞ്ചിരിയോടുകൂടി തന്നെ തന്നെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നെന്ന് മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കുക. അങ്ങനെ ബക്കീത്തയുടെ രോഗാവസ്ഥ കൂടി വരികയും അവൾ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബക്കീത്തയുടെ മരണത്തിന് ശേഷം വലിയൊരു ജനക്കൂട്ടമാണ് അവളെ കാണുവാനായിട്ട്, അവിടെ സന്ദർശിക്കുവാനായിട്ട് അവിടെ എത്തുക. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക, ബക്കീത്തയുടെ ആ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ വലിയ സാക്ഷ്യം തന്നെയായിരുന്നു അന്ന് അവിടെ തടിച്ചുകൂടിയ ആ ഒരു ജനക്കൂട്ടം. കാര്യം അവൾ പുറത്ത് ദൂരെയൊന്നും പോയി പ്രഘോഷിച്ചിട്ടില്ല, മറ്റു വലിയ വലിയ കാര്യങ്ങളൊന്നും, എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. ഒരു കറുത്ത വംശക്കാരി തൻ്റെ അനുദിന ജീവിതത്തിലുള്ള കാര്യങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്തുകൊണ്ട് തന്നെ അനേക ഹൃദയങ്ങളെ അവൾ കീഴടക്കി. തൻ്റെ പുഞ്ചിരി കൊണ്ടും തൻ്റെ ആശ്വാസ വാക്കുകൾ കൊണ്ടൊക്കെ ഒത്തിരി ഒത്തിരി ഹൃദയങ്ങളെ അവൾ സ്പർശിച്ചു. അപ്പോൾ അതിൻ്റെ ഒക്കെ ആ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു അന്ന് ബക്കീത്തയുടെ മരണ ദിവസം അവിടെ കാണുവാനായിട്ട് സാധിച്ചത്. തുടർന്ന് 1992 ബക്കീത്തയെ വാഴ്ത്തപ്പെട്ടവളായും 2000 അവളെ വിശുദ്ധയായിട്ടും പ്രഖ്യാപിക്കുന്നു. ബക്കീത്തയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ തുടർച്ചയായിട്ട് നിരവധി ഒരു ചെയിൻ പോലെയാണ് അവളുടെ ജീവിതത്തിൽ, സഹനങ്ങൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അവൾ പിന്നീട് ക്രിസ്തുവിനെ എന്ന് കണ്ടുമുട്ടിയോ അന്ന് മുതൽ അവളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സ്നേഹം അവൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് അറിയാം, നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും, ഡിപ്രസ്ഡ് ആയിട്ട് പോകും, അല്ലെങ്കിൽ പലരും ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെയൊക്കെ എത്തിപ്പെടാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ബക്കീത്തയുടെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ്. ഒരിക്കൽ അവളെ അടിമയായിട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു സംഭവം ഇങ്ങനെ പറയുക, അവിടെ ഒബെയ്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള യജമാനൻ അവളെ വളരെ നല്ല രീതിയിലാണ് അവളെ പരിചരിച്ചിരുന്നത്, അവളെ കണ്ടിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ഇവളോട് വളരെ കാർക്കശ്യത്തോടെ പെരുമാറുകയും അവളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ. അപ്പോൾ അവളുടെ ദേഹത്ത് ആഞ്ഞ് ചവിട്ടുകയും അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്നത്തെ ആ ഒരു പീഡനത്തിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് ഏകദേശം 2 മാസത്തോളം അവൾ കിടക്കയിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയുക. അപ്പം അത്രത്തോളം അവൾ പീഡിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിലൂടെയൊക്കെ അവൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു വിരോധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിദ്വേഷമൊന്നും തൻ്റെ പീഡകരോട് അവൾ വച്ചിരുന്നില്ല. പക്ഷേ ആ മുറിവുകൾ അവളെ അന്നും വേട്ടയാടിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവളുടെ ആ ഒരു മരണ ദിവസങ്ങൾ അടുത്തപ്പോൾ അവൾക്ക് പലപ്പോഴും അവളെ പരിചരിച്ചിരുന്ന നേഴ്സിനോട് അവൾ ആ പഴയ ഓർമ്മകൾ വെച്ച് ഇങ്ങനെ പെരുമാറിയിരുന്നതായിട്ടാണ് പറയുക. കാര്യം അവളിങ്ങനെ നേഴ്സിനോട് ഒച്ചത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തൊക്കെ നേഴ്സിനോട് പറയും, ഈ ചങ്ങലകൾ എനിക്ക് ഭയങ്കര ഇറുക്കമാണ്, അതെല്ലാം ഒന്ന് അയച്ചു തരൂ, എനിക്ക് വളരെ ഭാരമുള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ചങ്ങലയൊക്കെ എല്ലാം അവൾ അടിമയായിട്ട് കൊണ്ടുപോയിരുന്ന ആ ഒരു കാലഘട്ടത്തെ ആണ് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അവളുടെ മനസ്സിൽ ആ ചെറുപ്പകാലത്തെ ആ ഓർമ്മ ഇത്രയും പ്രായമായിട്ട് പോലും അവളുടെ മനസ്സിനെ അത്രയധികം സ്വാധീനിച്ചിരുന്നു. പക്ഷേ അത് മറ്റൊരാൾക്ക് കൊടുക്കാതെ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ബക്കീത്തയുടെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുക, എന്തെല്ലാം കുറവുകൾ അല്ലെങ്കിൽ വേദനകൾ അവളുടെ ജീവിതത്തിൽ നേരിട്ടെങ്കിൽ പോലും അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഈശോയുടെ സ്നേഹത്തിൽ നിറച്ചുകൊണ്ട് അതിൽ നിറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് മറ്റുള്ളവരിലേക്ക് ആ ഒരു സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബക്കീത്ത തൻ്റെ വിശുദ്ധ ജീവിതം നയിച്ചത്.
ആ ഒരു വിശുദ്ധി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. താൻ എന്തായിരുന്നു എന്നുള്ളതല്ല, താൻ എന്തായി തീർന്നു എന്നുള്ളതാണ് ബക്കീത്തയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അവളുടെ ആ ഒരു കഴിഞ്ഞ ജീവിതത്തെ, ആ ഒരു പാസ്റ്റ് ഒരിക്കലും അവൾ മറ്റുള്ളവരിലേക്ക് ആ നെഗറ്റീവ് ഒന്നും പകർന്നു കൊടുക്കാതെ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ സൃഷ്ടാവിനെ കണ്ടതിന് ശേഷം അവളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് പിന്നീട് ഉണ്ടായത്. അവളുടെ ജീവിതം പാടെ മാറി മറിഞ്ഞു. അവൾ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിന്നീട് തൻ്റെ എല്ലാ ശുശ്രൂഷകളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതുപോലെ ബക്കീത്തയെ പോലെ നമുക്കും നമ്മളുടെ ആ ഒരു സൃഷ്ടാവിൻ്റെ സ്നേഹം ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം.